നമുക്കെല്ലാവർക്കും സ്വർഗം കിട്ടണ്ടേ? എന്തേ സ്വർഗം കിട്ടിയാൽ എന്താ ഉണ്ടാവുക? മുന്തിരി ഉണ്ടാവും, ഉറുമാമ്പഴം ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, ഒക്കെ പടി ഉണ്ടാവില്ലേ? അതിലുണ്ട് മുന്തിരി തോട്ട, ഉറുമാന രസമുള്ളതാ കദളിപ്പഴം തിന്നാന, ഒക്കെ പടിയും കിട്ടുമല്ലോ. പിന്നെന്താ സ്വർഗത്തിലുള്ളത്? ഒന്നല്ല. സ്വർഗത്തിൽ ചെന്നാൽ അള്ളാനെ കിട്ടും, അള്ളാനെ കാണാം. അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം. എന്താകരുത്? സ്വർഗത്തിലേക്കുള്ള വഴി ആകരുത്. മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അള്ളാനോട് കിട്ടണം, പടച്ചോനെ തൃപ്തിപ്പെടുത്തണം. എന്തിന്? സ്വർഗത്തേക്ക് പോകാൻ എന്നാകരുത്. പിന്നെന്താകേണ്ടത്? സ്വർഗത്തേക്ക് എന്തായാലും പോകണം, എന്നാലേ പടച്ചോനെ കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ടാവണം. സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം, അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയായാൽ പോരാ. അപ്പോൾ ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉമ്മ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ദുനിയാവിലും അങ്ങനെയാണ്, ആഖിറത്തിലും അങ്ങനെയാണ്. പടച്ച